ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചോ? ഇത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചായ വെച്ചു. പിന്നെ ഇന്ന് ബട്ടൂരിയും ചന മസാല കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനിതാ വെള്ളക്കടല രാത്രി കുതിർക്കാനിട്ടതാണ്, അത് വാങ്ങാനിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ്, പട്ട കഷ്ണം, 2 ഗ്രാമ്പു അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ആ ചന്ന മസാല വയ്ക്കാനൊരു അരപ്പ് വേണം, അതിന് കാണിച്ചു തരാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീറ്റിട്ടില്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂണ് പെരിഞ്ജീരകം, 1 ബേ ലീഫ്, പട്ട. വേവിക്കണമെങ്കിൽ ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഗ്രാമ്പു. ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ഇടാം. എൻ്റെ അടുത്ത് ഏലക്ക ഇല്ല കേട്ടോ, ഇടാത്തത്. അതിലേക്ക് അത് പൊട്ടിയ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സവാള. നന്നായിട്ടൊന്നും വഴണ്ട, ഒന്ന് ആവട്ടെ കേട്ടോ, പച്ച പോട്ടെ കേട്ടോ. ഞാൻ 2 അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി, 1 പച്ചമുളക് കേട്ടോ, 1 പച്ചമുളക്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കടല വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ളു കേട്ടോ. ഞാൻ കസ്തൂരി മേത്തി ഇരുമ്പിൽ, കസ്തൂരി മേത്തി ഇതാണ് സാധനം, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. കറിവേപ്പില, മല്ലിയില. ഞാൻ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, അത് അരയ്ക്കാനില്ലേ, ഒരു പച്ചക്കറി. ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നത് കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്, നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്. മല്ലിപ്പൊടി വേണ്ട കേട്ടോ. ഇതിൽ ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഒരു മറ്റേ കടല ചേർക്കുമ്പോൾ ഒരു മസാല ചേർക്കും, ചന്ന മസാല പറയും, അതൊരു സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമില്ല, അതില്ലാത്തവർ കുറച്ച് ജീരകം പൊടിച്ചിട്ട് അത് ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാലയും അതിന് പകരം ഗരം മസാലയും 1/2 സ്പൂണ്, ആ ജീരകപ്പൊടി 1/2 സ്പൂണ് ചേർത്താൽ മതി കേട്ടോ. ആ ചന്ന മസാലയ്ക്ക് പകരം ആ ചന്ന മസാലയിലെല്ലാം ഉണ്ടാവും. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഇട്ടു കുറച്ച് ഇതിന് വേണ്ടിയിട്ട്. അത് ഒരുപാട് ഇടണ്ട, ഒരു സ്പൂൺ ഇട്ടാൽ മതി. പക്ഷേ അത് മാത്രം, ഈ പൊടിയൊന്നും ഉപയോഗിക്കാതെ അത് മാത്രം ഉപയോഗിക്കുന്നവർക്ക് അത് 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇത് വറകുമ്പോൾ അത് 2 സ്പൂൺ ഇട്ട് വറയ്ക്കാൻ മതി. ഞാൻ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, വേറൊന്നും ഇട്ടിട്ടില്ല, മതി കേട്ടോ. ഇതൊന്ന് ആറിയ ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. ഇത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ചന്ന മസാല. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇതിട്ട് വെക്കുകയാണെങ്കിലും മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയൊന്നും ഇടാതെ വയ്ക്കാം. അല്ല അതിട്ട് വെക്കുക, അതെല്ലാം ചേർത്ത് വെക്കേണ്ടത് ഒരു 1/2 സ്പൂണ്, 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. വെറുതെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, മണത്തിന് വേണ്ടിയിട്ട്. ഇത് മാത്രം ഇട്ട് വെക്കണേ, ഇത് മാത്രമാണ് 2 സ്പൂണ്, വറന്നു വിടരുത്. ഞാനിപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതാ 1 സവാളയും 2 പച്ചമുളക് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലരിഞ്ഞിട്ടിടുക. ഇതൊന്ന് ഇത്തിരി ഇതാവട്ടെ കേട്ടോ, നന്നായിട്ട് ആവണമെന്നില്ല, ഇത്തിരി ഇതാവട്ടെ, ബ്രൗൺ കളർ ആവണ്ട. ഇത്ര മതി കേട്ടോ, നന്നായി വറകണ്ട. ഇതിലേക്ക് ഞാൻ ചന്ന മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് അളവ് ഞാൻ നോക്കിയിട്ട് ഇടണത്, നിങ്ങൾ സ്പൂണിൽ എടുത്തിട്ട് ഇട്ടോളൂ കേട്ടോ. അളവ് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ല, അത് ഒഴിക്കേണ്ടതാണ്. ആ മസാല ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊരു ചൂടാവട്ടെ.
ഇതാട്ടോ അതങ്ങനെ തിളച്ചിട്ടുണ്ട്. ഞാനിതിനെ കടല വേവിച്ച കുക്കറിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് കടല വേവിച്ച് വെച്ചതാണ്, അതിലേക്ക് ആക്കുന്നുണ്ട്. കാരണം എന്തിനും ഇട്ടിട്ട് ഇളക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ അതിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ ഞാനത് കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ മസാല ആക്കി ഇത് ഇരുന്ന് വെന്ത് കുറുകട്ടെ. വെന്തതാണ്, നല്ല ആ വെള്ളമൊക്കെ വെച്ച് വെന്ത് കുറുകട്ടെ കേട്ടോ. അതിന് മുമ്പ് ഞാൻ കടല വേവിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനറിയോ, ഇത് മിക്സിയിലിട്ട് ഒന്ന് തിരിക്കുക. നന്നായി വെന്ത കടലേനെ നമുക്കിത് കൈ കൊണ്ട് അങ്ങനെ ആക്കിയിട്ട് ഇടാം കേട്ടോ. മിക്സിയിലൊന്ന് തിരിച്ചിട്ട് വിടാം കൈ കൊണ്ടൊന്ന്. അതെന്തിനാന്ന് വെച്ചാൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനാണ് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വിടാം, മിക്സിയിൽ തിരിച്ചിട്ട് വിടാം കേട്ടോ. ഇതാട്ടോ ഞാൻ കൈ കൊണ്ട് നന്നായി നെസ്കിയിട്ട് ഇതങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനതിലേക്ക് ഇടാം. അങ്ങനെ ഇടുമ്പോൾ കറിക്ക് ചെറിയ കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഇതിലൊന്ന് ഒരു വെള്ളം നന്നായി തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. കേട്ടോ കോഫി പിന്നെയൊന്നും ഇടാനില്ല. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെയൊന്നും ഇടണ്ട കേട്ടോ. നന്നായി തിളച്ചും ചെറുതായിരുന്നു കുറുകിയ കോഫി. അപ്പോൾ ചെന്ന മസാല റെഡിയാവും. ഇതാട്ടോ കറി റെഡിയായി കേട്ടോ. മതി, ഇതിലിരുന്ന് ഇനിയും കുറുകും. അപ്പോൾ ചെന്ന മസാല റെഡിയായി കേട്ടോ. ഇത് ഞാൻ ബട്ടൂരയ്ക്ക് കുഴച്ച് വെച്ചതാണ് കേട്ടോ. രാവിലെ ഒരു 4:30 ഏട്ടൻ 4 മണിക്ക് എണീച്ച് യോഗയ്ക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എണീച്ച് 4:30ക്ക് എണീച്ചിട്ട് ഞാൻ കുഴച്ച് വെച്ചു. എനിക്കതൊരു 4-5 മണിക്കൂർ കുഴച്ചിങ്ങനെ വെക്കണം. അത് നേരത്തെ എന്തായാലും ഒന്നുകൂടി ഒരു 2-3 മണിക്കൂറെങ്കിലും മുമ്പേ കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു ഇത് കിട്ടുള്ളൂ. എത്രയും കൂടണോ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 3-3.5 മണിക്കൂർ ആയിട്ടുണ്ടാവും. ഇതിൽ എന്തൊക്കെ ചേർത്തക്കണം പറയാം. 2 ഗ്ലാസ് മൈദ, ഒരു 3/4 ഗ്ലാസ് റവ, 1 ഗ്ലാസ് തികച്ച് വേണ്ട, 3/4 ഗ്ലാസ് റവ, ഒരു 1/2 സ്പൂണ് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ അത്, പിന്നെ 2 സ്പൂൺ പഞ്ചസാര, ഇത് ആവശ്യത്തിന് ഉപ്പ്, അത് ഇട്ടിട്ട് പിന്നെ പുളിക്കാത്ത തൈര് 2 സ്പൂണ്. 2 ഗ്ലാസ് മൈദയ്ക്ക് 2 സ്പൂൺ തൈര് കേട്ടോ. അതായത് അളവ് അങ്ങനെയാണ്. 2 ഗ്ലാസ് മൈദ, 3/4 ഗ്ലാസ് റവ, 2 സ്പൂണ് തൈര്, പുളിക്കാത്ത തൈര്, പിന്നെ ഇവിടെ എണ്ണയില്ലേ ഗോൾഡ് വിനർ എണ്ണ, അതൊരു സ്പൂണ് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് വെക്കുക. കുറച്ച് വെള്ളം ആവശ്യം വെള്ളം ചേർത്ത് നന്നായി കുഴച്ചിങ്ങനെ വെക്കുക കേട്ടോ. ആ മാവാണിത്. ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി എടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ചിട്ട് വേണം എടുക്കാൻ. എടുത്ത് ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. മനസ്സിലായി ചേർത്തത്? ഒന്നും കൂടെ ഞാൻ പറയാം. 2 ഗ്ലാസ് മൈദ, 3/4 ഗ്ലാസ് റവ, 1 സ്പൂണ് സോഡാ പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, സോഡാപ്പൊടി, 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് ഗോൾഡ് വിനർ, 2 സ്പൂണ് തൈര് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കണ അളവ് പറഞ്ഞാണ്. അത് മകൾ കുറച്ച് കോളേജിലേക്ക് കൂടുതൽ കൊണ്ടുപോകണതുകൊണ്ട് ഞാൻ ഇത്ര. നിങ്ങളെ അളവ് ആദ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തോളൂ. 1 ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് റവ, 1 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് റവ, സോഡാപ്പൊടി, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്. അതായത് പഞ്ചസാര 1 സ്പൂൺ ഇട്ടോളൂ, സോഡാപ്പൊടി 1/2 സ്പൂണ്, ഉപ്പ്, പിന്നെ തൈര് 1 സ്പൂണ്. അതിട്ട് നന്നായി കുഴച്ചിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. എത്ര മണിക്കൂർ വയ്ക്കണോ അത്രയും നല്ലതാണ്. 5 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രാവിലെ കുഴച്ച് വെച്ച് വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ. പക്ഷേ ഒരുപാട് പുളിക്കുകയും ചെയ്യരുത്. 3 മണിക്കൂർ മിനിമം ആണെങ്കിലും. ഞാൻ ഇതാട്ടോ ഞാൻ ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൊടിക്ക് വരെ എണ്ണയിൽ തൊട്ടിട്ടും പരത്താം കേട്ടോ. പക്ഷേ ഞാൻ എന്താ പറയുക, കുഴയ്ക്കുമ്പോഴും എണ്ണ ഒഴിച്ചു, ചുടുമ്പോഴും എണ്ണ, അപ്പോഴും എണ്ണ വേണ്ട, അവൻ്റെ കുട്ടികൾക്ക് കൊടുക്കണതല്ലേ, അപ്പോൾ ഇത്തിരി ഒഴിവാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്താ അതേപോലെ കേട്ടോ പരത്തേണ്ടത്. ഏതിലും എങ്ങനെ വേണമെങ്കിൽ പരത്താം, റൗണ്ടായിട്ടും പരത്താം. ഞാൻ ഇങ്ങനെയാണ് പരത്തുന്നത്. പൂരിക്കും ചപ്പാത്തിക്കും പരത്തും പോലെ പരത്തുക കേട്ടോ.
കേട്ടോ ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. പല സൈസ് ചുട്ടൊക്കെ അത് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയുണ്ട് കേട്ടോ ഭട്ടൂര. ചന്ന മസാല, തൈര്, ഉള്ളി. ഏട്ടൻ തൈര് ഉള്ളിയും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കുക.